ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവൻറ്റ് വ്ളോഗാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ഞാൻ ബംഗാളിൽ പോയ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. ഇത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഇരുന്നപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകൾ വെറുതെ ഒന്ന് വീഡിയോ ആക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 6-7 മാസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ ഞാനത് ഇട്ടില്ലായിരുന്നു, വീഡിയോ ഇടണം എന്നൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഞാൻ ആ ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്തൊരു വീഡിയോ എൻ്റെ ഫോണിലിങ്ങനെ ഇൻബോക്സിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലും ഒരു വ്ളോഗായിട്ട് ഇടാം, അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാമല്ലോ. ഇവിടെ ഫുൾ ആർമി ഏരിയ ആയതുകൊണ്ട് ഇവിടെ കടകളൊന്നുമില്ല, ഫുൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ആർമി ബേസ്ഡ് ക്വാർട്ടേഴ്സ്, അവിടെ ഓഫീസേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രദേശം കഴിഞ്ഞാൽ മാത്രമേ കടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഷോപ്പിംഗ് മാൾ അതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം മുഴുവൻ ആർമി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററായ കൽക്കത്ത ബസാറിലേക്കാണ്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു 7 മാസങ്ങൾക്ക് മുന്നേയുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് അതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ആ പോയ ടൈമിലുള്ള എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ആ ഒരു ടൈമിൽ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയിട്ടില്ല, പക്ഷേ പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി സെലക്ഷനാണ്, നല്ല റേറ്റൊക്കെ കുറച്ചിട്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കടയല്ലേ, അപ്പോൾ അവിടെ ഒന്ന് പോയി ഇന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായി ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ സിറ്റിയിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ശരിക്കും കടകളൊക്കെ ഒരുപാട് ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും അത്യാവശ്യം തിരക്കാണ്, അത്യാവശ്യമല്ല ഭയങ്കര തിരക്കാണ്. ഇവിടെ ഈവനിങ്ങിലാണ് എല്ലാ കടകളും തുറന്ന്, ഷോപ്പിംഗ് ആയാലും അല്ലാതെ എല്ലാ കടകളും. ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര ഒരു ചൂടിൻ്റെ ഒരു ടൈമായിരുന്നു. സമ്മർ സീസൺ ആയതുകൊണ്ട് ഉച്ച സമയങ്ങളിലൊന്നും കടകളൊന്നും തുറക്കത്തില്ലായിരുന്നു. ആ ഒരു ടൈം അവർ ബാലൻസ് ചെയ്ത് പോകുന്ന രാത്രിയാണ് ഫുൾ ഓൺ ആയിരിക്കുന്നത്. അവിടെ ഫുൾ കച്ചവടങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളും രാത്രിയാണ്. അപ്പോൾ അത്രത്തോളം തിരക്കായിരിക്കും രാത്രി. ഈ ഒരു ഭാഗത്തൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന ആ ഒരു സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തത്ര തിരക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ അതിന് മുന്നേ ആ കൽക്കത്ത ബസാറിൽ പോയിട്ടില്ലെങ്കിലും അവിടെ വേറെ കടകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് പോകുമ്പോൾ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ നമ്മളിങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര തിരക്കുള്ള ഏരിയയാണ്. ഇപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറിയ ടൈമിൽ അവിടെ ഒരു സിഗ്നലുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാ വണ്ടികളും നിർത്തിയിട്ടേക്കുന്നതാണിത്. ഇവിടെ ഒരു ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, അത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇനി അങ്ങോട്ടേക്ക് തിരക്കുള്ള ഏരിയ ആയിട്ട് വന്നു. എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. ഈ തിരക്കിൻ്റെ ഒരു സമയമായി വരുന്നതേ ഉള്ളൂ. നമ്മൾ പോകുന്ന ആ ഒരു ടൈമെന്ന് പറഞ്ഞൊരു ഇപ്പോൾ ഒരു 7 മണി അടുപ്പിച്ചായതേ ഉള്ളൂ. നമ്മൾ വരുന്ന വഴിയിൽ ഇടയ്ക്കൊക്കെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, വണ്ടി പോലും നീങ്ങാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കള്ളന്മാരെ ശല്യം നല്ലതുപോലെ ഉണ്ട്. മോഷണം ഇവിടുത്തെ ഒരു പ്രധാന കലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ, അതുകൊണ്ട് ആ സ്ഥലങ്ങളിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കയ്യും തട്ടിപ്പറിച്ചുകൊണ്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എത്തുമ്പോൾ ഐ ലവ് യു ബാരക്പൂർ എന്നുള്ളൊരു സ്ക്വയറുണ്ട്, അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു നമ്മൾ സ്ക്വയർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. നമ്മൾ ബസാറിൻ്റെ അവിടെ എത്താറായി. ഇതാണ് ഇവിടുത്തെ പ്രധാന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഡ്രസ്സിനായാലും ഫുഡിനായാലും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കൊൽക്കത്ത ബസാർ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ഇവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു, വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എടുക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത്രത്തോളം ഫുള്ളായിട്ടൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ കളക്ഷൻസൊക്കെ സൂപ്പർ കളക്ഷൻസാണ്. ജെൻസിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും എല്ലാം അടിപൊളി കളക്ഷൻസാണ്.
റേറ്റ് വളരെ കുറവുമാണ്. നല്ല രീതിയിൽ നല്ല നല്ല ക്വാളിറ്റി ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ സെക്ഷനിലും പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം അവർ ക്യാമറ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ കയറിയ ടൈമിൽ തന്നെ പറഞ്ഞു. കാരണം ഞാൻ എൻട്രൻസ് മുതൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഫോട്ടോസും അല്ലാതെ നമ്മൾ ഇട്ട് നോക്കുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോസും അങ്ങനെ എടുക്കാം, അല്ലാതെ മൊത്തത്തിലുള്ള വീഡിയോസ് എടുക്കില്ലെന്ന് പറഞ്ഞു. ഈ സൽവാർ സെക്ഷനിൽ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഇപ്പോൾ ഏതെടുക്കണം. അതുപോലെ തന്നെ എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. പക്ഷേ വീഡിയോ എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് എല്ലാം നന്നായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഗേൾസിൻ്റെ ടോപ്പൊക്കെ 200 രൂപ മുതൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ചുരിദാർ മോഡലാണ്, അതായത് ഷാള്, പാൻറ്റ്, ടോപ്പ്, അങ്ങനെ 3 ഐറ്റം കൂടെ ഒരുമിച്ചുള്ള സെക്ഷനാണിത്. ടോപ്പിൻ്റെ സെക്ഷൻ വേറെ, പിന്നെ എന്തുവാ നമ്മളെ ലെഗിങ്സിൻ്റെ സെക്ഷൻ വേറെ, അങ്ങനെ എല്ലാം വേറെ വേറെ പ്രത്യേകിച്ച് സെക്ഷൻ വൈസ് ഉണ്ട്. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവിടെയൊക്കെ 249ൻ്റെ ടോപ്സാണ് ഇരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഗേൾസിൻ്റെ സെക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല റെയർ കളേഴ്സും കൂടുതൽ ലൈറ്റ് കളേഴ്സും ആണ്. പിന്നെ കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ റെയർ ആയിട്ടുള്ള കളേഴ്സിൻ്റെ കളർ കോമ്പിനേഷനാണ് കൂടുതലായിട്ടും ഇവിടെ ടോപ്സിലൊക്കെ വന്നേക്കുന്നത്. ലൈറ്റ് കളേഴ്സാണ് കൂടുതലായിട്ടും വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എനിക്ക് എന്തായാലും ഇവിടെ വന്നതിൽ ഒരുപാട് ഇഷ്ടമായി. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് ഇവിടെ പ്രചരണം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ. തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞുള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടേ ഇല്ല. കാരണം എൻ്റെ ഫോൺ എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ ബൈക്കിലായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ബൈക്കിലിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഓട്ടോ ആയാലും എല്ലാ വണ്ടിയും കൂടെ വന്ന് ഒരു ട്രാഫിക് ജാം പോലെയാണ് ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത്. അത്രത്തോളം ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ബാഗിൽ നിന്നോ അല്ലെങ്കിൽ എടുക്കാൻ പോലും പറ്റത്തില്ല. അത്രയും നല്ല സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ എടുത്തിട്ട് ഇവിടെ തന്നെ ഇപ്പോൾ എല്ലാ ഓട്ടോസും വന്ന് ജാമായി കിടക്കുക. പിന്നെ ബൈക്കായതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി നമ്മളിങ്ങനെ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷോപ്പിംഗ് മാളിൽ ഒരുപാട് വീഡിയോസൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് അത്ര വീഡിയോ അതിനകത്ത് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.